ബംഗാളിൻ്റെ ഉത്തരഭാഗം ഒരു പ്രത്യേക സ്റ്റേറ്റ് ആക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വിചിത്രമായിട്ടുള്ള ആവശ്യമായിട്ടാണ് അത് നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗമാക്കണം. ഒരു സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്തോ അപകടകരമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അതേസമയം അങ്ങനെ വേറെ ആരെങ്കിലും സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്താൽ അത് തീവ്രവാദവും വിഘടനവാദവുമായിട്ട് നമ്മളെ നാട്ടിൽ പ്രസംഗിക്കാറുള്ളത് BJP-കാരാണ്. ഇപ്പോൾ ഈ 2-3 ആഴ്ച മുമ്പാണ് മലബാർ സ്റ്റേറ്റ് വേണം എന്ന് ആലോചിക്കേണ്ടി വരും എന്നൊരു SYSൻ്റെ നേതാവ് പ്രസംഗിച്ചപ്പോൾ അത് ഭയങ്കര വിഘടനവാദമാണ്, തീവ്രവാദമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ ആദ്യം രംഗത്ത് വന്നത് K. സുരേന്ദ്രനാണ്. അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അപകടകരമായിട്ടുള്ള കാര്യമല്ല. BJPക്ക് നിശ്ചയമായിട്ട് നല്ല അവകാശമുണ്ട്. പക്ഷേ ഇപ്പോൾ ബംഗാളിൽ വന്നിട്ടുള്ള ആവശ്യം ഉത്തര ബംഗാൾ എന്നുവെച്ചാൽ ബംഗാളിൻ്റെ ഉത്തരഭാഗം ഒരു പ്രത്യേക സ്റ്റേറ്റ് ആക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വിചിത്രമായിട്ടുള്ള ആവശ്യമായിട്ടാണ് അത് നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗമാക്കണം. നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗമാക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പൊളിറ്റിക്കൽ യൂണിറ്റ് ഇന്ത്യയിലില്ലല്ലോ. നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗത്തുള്ള 7 സംസ്ഥാനങ്ങളെക്കുറിച്ച് പൊതുവേ നമ്മൾ പറയുന്നൊരു വാക്കാണ്. ഒന്നുകിൽ അദ്ദേഹത്തിന് പറയാം അത് സ്വതന്ത്ര സംസ്ഥാനമാക്കണം, അല്ലെങ്കിൽ അസമിൻ്റെ ഭാഗമാക്കണം എന്ന് പറയാം. ഇത് നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗമാക്കണം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ സംസ്ഥാനമാകാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അസമുമായിട്ട് ചേർക്കുക. എന്താണ് അസമുമായിട്ട് ചേർക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം പറയുന്ന ലോജിക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം ലോജിക്ക് എന്താണ്? ഇത് വലിയ സംസ്ഥാനമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് വേറെ ആക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസമുമായിട്ട് ചേർക്കുക എന്ന് പറയുന്നത് ഒട്ടുമേ ലോജിക്കലല്ല. കാരണം അസം വിശാലമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്, അതിൻ്റെ ക്യാപിറ്റലായിട്ട് ഗുവാഹട്ടി വളരെ അകലെയാണ്. പക്ഷേ ഇതൊന്നുമല്ല വിഷയം. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസോ അല്ലെങ്കിൽ ഗുഡ് ഗവേണൻസോ ഇതൊന്നുമല്ല വിഷയം. ഇത് അടിസ്ഥാന പ്രശ്നം രാഷ്ട്രീയവും വർഗീയതയുമാണ്. ഇത് നമ്മൾ കാണേണ്ടത്. ഈ പറയുന്ന BJPയുടെ സ്റ്റേറ്റ് ചീഫ് എന്ത് മജുംദാറാണ്? സുഗന്ധ മജുംദാർ. അദ്ദേഹം ഇത് ഇന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, വ്യാഴാഴ്ച നിഷികാന്ത് ദുബെ എന്ന് പറഞ്ഞിട്ട് ജാർഖണ്ഡിൽ നിന്നുള്ളൊരു MP ഉണ്ട് BJPയുടെ. പുള്ളി നടത്തിയൊരു പ്രസംഗം ശ്രദ്ധിക്കണം. എന്ത് ഭീകരമായിട്ടുള്ള പ്രസംഗം അദ്ദേഹം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബംഗാളിലെ മാൽഡ, മുർഷിദാബാദ്, അതേപോലെ ബീഹാറിലെ അറാറിയ, കതിഹാർ, കിഷൻഗഞ്ച്, ജാർഖണ്ഡിലെ ഈ സാന്താൾ പർഗാന റീജിയൻ, ഇത് 3 ചേർത്തിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്നാണ്. സംസ്ഥാനം പോലുമല്ല, അത് 3 ചേർത്തിട്ട് ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം എന്നാണ് പുള്ളി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര നുഴഞ്ഞു കയറ്റം. ആരാണെന്നറിയോ? ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുകയാണ്. ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിട്ട് ഇവിടുത്തെ ഈ ഡെമോഗ്രാഫിക് പാറ്റേണൊക്കെ മാറുന്നു. ഇവിടുത്തെ 100-ലേറെ ആദിവാസി സ്ത്രീകൾ, ഈ ഗ്രാമമുഖ്യന്മാർ, സ്ത്രീകളായുള്ള ഗ്രാമമുഖ്യന്മാർ, അവരുടെ ഭർത്താക്കന്മാർ മുസ്ലിങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദുക്കൾ ഇല്ലാതാകാൻ പോവാണ്. ഇതാണ് പുള്ളിയുടെ ആവശ്യം. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒന്ന് ഇൻഫിൽട്രേഷൻ, ബംഗ്ലാദേശ് ഇൻഫിൽട്രേഷൻ നടക്കുന്നതാണല്ലോ പുള്ളി പറയുന്നത്. ബംഗ്ലാദേശികൾ ഇങ്ങനെ നുഴഞ്ഞു കയറുന്നുണ്ട്. ബംഗ്ലാദേശിൽ നുഴഞ്ഞു കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് തന്നെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയിൽ ഒന്നായി മാറിയിട്ടുണ്ട്. സൗത്ത് ഏഷ്യയിലെ 2nd ലാർജസ്റ്റ് എക്കണോമിയായി മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ ബംഗ്ലാദേശ് നാളുകൾ തൊഴിൽ തേടിയൊക്കെ വരുന്നതുണ്ടായിരുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞതാണ്. പക്ഷേ ഉണ്ടെന്ന് ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ നിഷികാന്ത് ദുബെ പറയുന്നത് പോലെ ജാർഖണ്ഡിലെ ജനസംഖ്യാ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദി? 10 കൊല്ലം നുഴഞ്ഞു കയറുന്നത് ഇതിലൂടെ, അതിർത്തിയിലൂടെ അല്ലേ? അതിർത്തി സംരക്ഷണം ആരുടെ ഉത്തരവാദിത്തമാണ്? രാജ്നാഥ് സിംഗിൻ്റെ ഉത്തരവാദിത്തമല്ലേ? രാജ്നാഥ് സിംഗിൻ്റെയും അമിത്ഷായുടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ ഇങ്ങനെ ഇവർ നുഴഞ്ഞു കയറി നമ്മുടെ ഡെമോഗ്രാഫിക് പാറ്റേൺ മാറ്റുന്ന വിധത്തിൽ നുഴഞ്ഞു കയറ്റം നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി BJP-ആണ്, രാജ്നാഥ് സിംഗാണ്. അപ്പോൾ ഞങ്ങൾ 10 വർഷം ഭരിച്ചിട്ടും ഇത് തടയാൻ പറ്റിയിട്ടില്ല എന്ന് സമ്മതിക്കുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്.